എല്ലാവർക്കും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് സ്വാഗതം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ഒരു സെൻട്രൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ ഞാൻ പഠിതാക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ മിസോറാം സ്റ്റേറ്റിലുള്ള ഐസ്വാൾ റീജിയണൽ സെൻറ്ററിൽ നിന്നാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നോട്ടിഫൈ ചെയ്തിരിക്കുന്ന സമയമാണിപ്പോൾ. ജൂലൈ 2025 സെഷനിലേക്കുള്ള അഡ്മിഷൻസാണ് ഇപ്പോൾ കോൾ ഫോർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ കറണ്ട് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ജൂലൈ 15 പക്ഷേ നമുക്കൊരു എക്സ്റ്റൻഷൻ പ്രതീക്ഷിക്കാം. എങ്കിലും ആസ് ഓഫ് നൗ ലാസ്റ്റ് ഡേറ്റ് 15 ജൂലൈ ആണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യാൻ, കൂടുതൽ കോഴ്സുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാവുന്ന ഒരു സമയമാണ്. ഇഗ്നോയിൽ പ്രോഗ്രാംസിന് ചേരാവുന്ന ഒരു സമയമാണ് ഇത്. ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇഗ്നോയുടെ മെയിൻ വെബ്സൈറ്റായ www.igno.ac.in നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ നേരിട്ട് ഇഗ്നോൻ്റെ ഹോം പേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കുന്ന ലിങ്കിലേക്ക് പോകാതെ നിങ്ങൾക്ക് നേരിട്ടും https://igno.samarth.edu.in ഒന്നുകൂടെ പറയാം, igno.admission.samarth.edu.in എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നേരിട്ട് അഡ്മിഷനിലേക്ക് കയറാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇഗ്നോൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിൽ അഡ്മിഷൻ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഇഗ്നോൻ്റെ വെബ്സൈറ്റിൽ അഡ്മിഷൻ എന്ന് കിടപ്പുണ്ട്. അതിൽ അപ്ലൈ ഫോർ ODL പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാം. അതാണ് ഇഗ്നോൻ്റെ സാധാരണ രീതിയിലുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത്. കൂടാതെ ഇഗ്നോയ്ക്ക് ഇപ്പോൾ ഓൺലൈൻ പ്രോഗ്രാംസ് ഉണ്ട്. ODLലുള്ള വളരെ കുറച്ച് പ്രോഗ്രാമുകൾ ഓൺലൈനിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നുകിൽ ഓൺലൈനിൽ ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് മോഡിൽ ചെയ്യാം. പിന്നെ ചില ഫോറിൻ പ്രോഗ്രാംസ് ഉണ്ട്. നമുക്ക് ഇൻ്റർനാഷണൽ ഓൺലൈൻ പ്രോഗ്രാംസ് ഉണ്ട്, അതാണ് IOP. അതിന് ചേരാനുള്ള അവസരമുണ്ട്. പിന്നെ PhDക്കുള്ള പ്രോഗ്രാംസ് ഉണ്ട്, റീ രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അഡ്മിഷൻ എന്ന് പറയുന്നതിൻ്റെ കീഴിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോർമൽ രീതിയിൽ ഡിസ്റ്റൻസ് ലേണിംഗ് മോഡിൽ ഉള്ള ഒരു പ്രോഗ്രാം ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്കിവിടെ അപ്ലൈ ഫോർ ODL പ്രോഗ്രാമിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ഇഗ്നോയുടെ അഡ്മിഷൻ്റെ പോർട്ടലിലേക്ക് കൊണ്ടുപോകും. അഡ്മിഷൻ പോർട്ടൽ ഈ രൂപത്തിലാണ് കാണുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പുതിയ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഓപ്റ്റ് ചെയ്യാം. പുതിയ രജിസ്ട്രേഷൻ ഓപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളോട് സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ഫോം എന്നുള്ള രീതിയിൽ ഈ കാണുന്ന ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും. അതായത് ഒരു യൂസർ നെയിം, ആപ്ലിക്കൻറ്റിൻ്റെ മുഴുവൻ പേര്, അഡ്രസ്സ്, ഇമെയിൽ അഡ്രസ്സ്, പിന്നെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. ആ പാസ്വേഡ് റീ എൻട്രി ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ മൊബൈൽ നമ്പറും 2 പ്രാവശ്യം കൊടുക്കുക, ക്യാപ്ച കൊടുക്കുക. അത് കഴിഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഇതിൽ കൊടുത്തിരിക്കുന്ന മെയിൽ ID വരും. ആ മെയിൽ IDയിൽ നിന്ന് വീണ്ടും സൈൻ ഇൻ ചെയ്ത് പുതിയ കാര്യത്തിലേക്ക് പോകാം. ഇങ്ങനെ ആപ്ലിക്കേഷൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള ഒരു വീഡിയോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫോം ഫില്ല് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് മുഴുവൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപയോഗിച്ച് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് ലാസ്റ്റ് സെക്ഷൻ വരെ പോകാം, ഫീ പേ ചെയ്യാം. എന്നിട്ട് കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എൻറോൾമെൻറ്റ് നമ്പർ കിട്ടും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ID കാർഡ് ഡൗൺലോഡ് ചെയ്യാം. ആ രീതിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യാം. അഡ്മിഷൻ പൂർത്തിയാക്കിയതിന് ശേഷം ഉടനെ തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഏതെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ക്യാൻസൽ ചെയ്യാനും റീഫണ്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതിൻ്റെ റൂൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ സമയത്തും എത്ര കാലം കഴിഞ്ഞാലും എല്ലാ പ്രോഗ്രാമിനും ഒരുപോലെ റീഫണ്ട് ചെയ്യും എന്നൊന്നും വിചാരിക്കരുത്. അതിൻ്റെ റൂൾസ് ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യുക. അപ്പം അങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞാൽ അങ്ങനെ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നത് അടുത്തത് എന്തൊക്കെ പ്രോഗ്രാമുകളാണ് നമുക്ക് അഡ്മിഷൻ എടുക്കാവുന്നതെന്നുള്ള കാര്യം കൂടി ഞാൻ പറയാം.
അത് അഡ്മിഷൻ പോർട്ടലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ പ്രോഗ്രാമിൻ്റെ ലിസ്റ്റ് വിസിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. എങ്കിലും അങ്ങനെയൊന്നും പോകാത്തവരുടെ അറിവിന് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, സർട്ടിഫിക്കറ്റ്, PG സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ഉണ്ട്, ഡിപ്ലോമ ആൻഡ് PG ഡിപ്ലോമ, അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ്. അതിൽ ഇപ്പോഴത്തെ UGCയുടെ നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ്റെ റെഗുലേഷൻസ് അനുസരിച്ചുള്ള 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, 26 പ്രോഗ്രാമുകൾ 4 ഇയർ പ്രോഗ്രാംസ് അണ്ടർ ഗ്രാജുവേറ്റ് സെഷനിൽ നമുക്കുണ്ട്. പിന്നീടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. അതിലെ കോമൺ പ്രോസ്പെക്ടസ് എന്ന് പറയുന്ന ഒരു പ്രോസ്പെക്ടസ് ഉണ്ട്. എന്ന് വെച്ചാൽ കോമൺ ആയിട്ടുള്ള പ്രോഗ്രാമുകൾക്കുള്ള പ്രോസ്പെക്ടസ്. ചില പർട്ടിക്കുലർ പ്രൊഫഷണൽ പ്രോഗ്രാമുകൾക്കും വേറെ ചില കൊളാബറേറ്റീവ് പ്രോഗ്രാമുകൾക്കും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് പ്രോസ്പെക്ടസ് ഉണ്ട്. പ്രോസ്പെക്ടസ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അതിലൊന്നും പെടാത്ത കോമൺ ആയിട്ടുള്ള റൂൾസ് അനുസരിച്ച് നടത്തുന്ന ഒരു 320ഓളം പ്രോഗ്രാംസ് ഉണ്ട്. 300-ലധികം പ്രോഗ്രാംസ് ഉണ്ട്. ആ 300-ലധികം പ്രോഗ്രാമുകളുടെ കാര്യങ്ങൾ മുഴുവനും കൂടി ഒറ്റ ബുക്ക്ലെറ്റിലാണ് തന്നിട്ടുള്ളത്. അതായത് നമ്മുടെ പ്രോസ്പെക്ടസിൽ. ഇത് ഈ പ്രോസ്പെക്ടസ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നത്. ഇപ്പം ഞങ്ങൾ അല്ലാത്ത പ്രിന്റഡ് ഫോമിലുള്ള പ്രോസ്പെക്ടസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. എല്ലാവർക്കും മൊബൈൽ ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ആളുകളെല്ലാം വളരെ പരിചിതരാണ്. അതുകൊണ്ട് ആ ഒരു പ്രൊവിഷൻ ഇപ്പോൾ നൽകുന്നില്ല. ഈ പ്രോസ്പെക്ടസ് ആണുള്ളത്. ഈ പ്രോസ്പെക്ടസിൻ്റെ ഡൗൺലോഡിങ്ങിന് കോമൺ പ്രോസ്പെക്ടസ് ജൂലൈ 2025 എന്ന് പറഞ്ഞാണ് അതിലുള്ളത്. അതിന് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ രൂപത്തിൽ പ്രോസ്പെക്ടസ് കാണാൻ പറ്റും. പ്രോസ്പെക്ടസിൻ്റെ ഫ്രണ്ട് പേജാണ് ഞാൻ ആദ്യം കാണിച്ചത്. അതിനുശേഷം പ്രോസ്പെക്ടസിനുള്ളിലേക്ക് കയറിയാൽ നിങ്ങൾക്ക് എല്ലാ കാര്യവും പ്രോസ്പെക്ടസിൽ നിന്ന് ഇതുപോലുള്ള ഒരു രൂപത്തിൽ നിന്ന് പോയി അതിൻ്റെ റെക്കഗ്നേഷൻ, ഇഗ്നുവിൻ്റെ പ്രധാനപ്പെട്ട ലിങ്കുകൾ, കാര്യങ്ങൾ, ഇഗ്നുവിൻ്റെ സർട്ടിഫിക്കേഷൻസ്, അതായത് UGC ODL റെഗുലേഷൻ സംബന്ധിച്ചുള്ള അത് നിയമങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ സർട്ടിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി കോമൺ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ വിശദമായിട്ട് നിങ്ങളോട് പറയാം. ഏതെല്ലാം പ്രോഗ്രാംസ് ഉണ്ടെന്ന്, ഇഗ്നുവിലുള്ള പഠനത്തെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും ആദ്യത്തെ ഒരു ഈ ഒന്നാമത്തെ ഈ യൂണിറ്റിനകത്ത് ഒന്നാമത്തെ പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് സമ്മറി ഓഫ് ലിസ്റ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്. അത് ഓരോന്നിൻ്റെയും ഫീ, ഡ്യൂറേഷൻ, ഏത് മീഡിയത്തിലാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാംസ് ആണ് ഈ മൂന്നാമത്തെ സെക്ഷനിൽ കൊടുക്കുന്നത്. എത്ര മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാംസ് ഉണ്ടെന്ന് ജസ്റ്റ് ഞാൻ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇതെല്ലാം ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്ന മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാംസ് ആണ്. അത് കഴിഞ്ഞ് അണ്ടർ ഗ്രാജുവേറ്റ് FIUP എന്ന് പറയുന്നത് 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോഴത്തെ ആദ്യം ഞാൻ പറഞ്ഞു NEPയുടെ റൂൾ അനുസരിച്ചുള്ള, NEPയുടെ ഇംപ്ലിമെൻറ്റേഷൻസ് അനുസരിച്ചുള്ള പ്രോഗ്രാംസ് ആണ്. അതിൽ തന്നെ 2 തരം പ്രോഗ്രാംസ് ഉണ്ട്. ബാച്ചുലർ ഓഫ് ആർട്സിൻ്റെ മേജർ പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ BSCയുടെയും മേജർ പ്രോഗ്രാംസ് ഉണ്ട്. 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിൽ വരുന്ന അതായത് ഓണേഴ്സ് ഡിഗ്രി പ്രോഗ്രാമുകളാണ് അവ മുഴുവനും. അതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് BSCയിലുള്ളതും BAയിലുള്ളതും കൊടുത്തിട്ടുണ്ട്. BCom ഡിഗ്രി പ്രോഗ്രാംസിൻ്റെ കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ സാധാരണ ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. സാധാരണ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ കുറേ അവയർനെസ് പ്രോഗ്രാംസ് ഉണ്ട്. കുറേ അധികം സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടില്ല, പക്ഷെ പഠിച്ചാൽ നമുക്കൊരു അവയർനെസ്സിന് വേണ്ടി കുറേ ആളുകൾക്ക് പഠിക്കാൻ പറ്റുന്ന കുറേ ഡയറി ഫാമിംഗ്. ഇപ്പോൾ ഡയറി ഫാമിങ്ങിൻ്റെ എൻഗേജ്ഡായിട്ടിരിക്കുന്ന ഒരാൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അവർ ആ കോഴ്സിന് മറ്റ് പ്രോഗ്രാമുകൾ ചെയ്യുന്ന ഫോർമാലിറ്റി ഒന്നും ഇല്ലാതെ തന്നെ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് അവർക്ക് കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറേ പ്രോഗ്രാമുകളുണ്ട്. പിന്നെ ഓൺലൈൻ മോഡിലൂടെ യൂണിവേഴ്സിറ്റിയുടെ റൂൾസ് അനുസരിച്ചുള്ള പ്രോഗ്രാമുകൾ ഏതൊക്കെയാണെന്നുള്ളത് അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ റൂൾസാണ് നമ്മൾ ഒരു ഡിഗ്രിക്ക് ചേർന്നാലുള്ള അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ ചേർന്നാൽ പിന്നെ നമ്മൾ ഫോളോ ചെയ്ത് പോകേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. നിയമങ്ങളെല്ലാം പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള അനക്സ്റ്റേഴ്സ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രോഗ്രാമിൻ്റെയും ഡീറ്റെയിൽസാണ്. UGCയുടെ നിയമങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പറയുന്നത്, പൊതുവെയുള്ള കാര്യങ്ങൾ. അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രോഗ്രാം, ഫോർ എക്സാമ്പിൾ ഒരു ബാച്ചലർ ഡിഗ്രി പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ഡിഗ്രി പർട്ടിക്കുലർ പ്രോഗ്രാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാം നിങ്ങളെടുത്താൽ അതിൻ്റെ കോഴ്സസ് ഏതൊക്കെയാണ്, എന്തൊക്കെ പേപ്പറുകളാണ് അതിലുള്ളത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് അതിൽ പഠിക്കാനുള്ളത് എന്നുള്ളതെല്ലാം കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് പ്രോഗ്രാംസ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെ സർവ്വ കാര്യങ്ങളും ഈ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് അറിയേണ്ടതായ എല്ലാ കാര്യങ്ങളും ഇതിൽ വരും. എന്നിട്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പര്യാപ്തരാകും. ആ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു സെക്കൻഡ്
ഓക്കെ, പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് വരും. ഇതുപോലെ എല്ലാ പ്രോഗ്രാമുകളും കോമൺ പ്രോസ്പെക്ടസിൽ നിന്ന് ഡീറ്റെയിൽസ് എല്ലാം അറിയുക. അതിൽ തന്നെ ഈ ലിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. കോമൺ പ്രോസ്പെക്ടസിൽ ഈ ലിങ്ക് നമ്മൾ സ്ക്രോൾ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടതാണ്. അതിൽ ODL പ്രോഗ്രാമിൻ്റെ ലിങ്ക് ഇതാണ്, ഓൺലൈൻ പ്രോഗ്രാമുകളുടെ ലിങ്ക് ഇതാണ്, പിന്നെ അതുപോലുള്ള വേറെ അഡ്മിഷൻ പോർട്ടൽ ഒരു ഫിക്സഡ് ലേണർ ഇൻടേക്ക് പ്രോഗ്രാംസ് പറയുന്ന കുറച്ച് ഫ്ലിപ്പ് പ്രോഗ്രാംസ് ഉണ്ട്, അതിൻ്റേത് അതാണ്. സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് അഡ്മിഷന് പോകാൻ വേണ്ടിയിട്ടുള്ള ഡയറക്റ്റ് ഇതാണ്. ഇതെല്ലാം എന്താണെന്ന് ചോദിച്ചാൽ പല പല രീതിയിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് എൻട്രി ചെയ്യാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ളതാണ്. ഇങ്ങനൊരു കൺഫ്യൂസ്ഡ് ആകേണ്ട ആവശ്യമേ ഇല്ല. നേരെ നിങ്ങൾ ഇഗ്നോയുടെ സൈറ്റിൽ ചെന്നിട്ട് അഡ്മിഷൻ എന്ന് പറയുന്നിടത്ത് ക്ലിക്ക് ചെയ്താലും ഞാൻ ആ കാണിച്ചു തന്നതുപോലെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പിന്നെ അഡ്മിഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റുഡൻസ് എല്ലാം മസ്റ്റായിട്ടും ABC ID എടുത്തിരിക്കണം. ABC ID എന്ന് വെച്ചാൽ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ആണ്. അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച്, UGCയുടെ നിയമം അനുസരിച്ച്, അതായത് നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അനുസരിച്ച് NEP 2020 അനുസരിച്ച് ഉള്ള ഒരു പുതിയ ഇനിഷ്യേറ്റീവാണ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അതൊരു നമ്മളുടെ പഠിച്ചു കഴിയുന്ന നമ്മൾ ആർജിക്കുന്ന ക്രെഡിറ്റുകളെ ബാങ്ക് ചെയ്യുകയാണ്, ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. എവിടെ? നമ്മുടെ അക്കാഡമിക് ബാങ്കിൽ. അപ്പം അക്കാഡമിക് ബാങ്കിൽ നമ്മളെല്ലാവരും ഒരു അക്കാഡമിക് ബാങ്കിൻ്റെ ഉടമയാണ്. പണം സൂക്ഷിക്കുന്ന ബാങ്കല്ല, അക്കാഡമിക് ബാങ്കിൻ്റെ ഉടമയായിരിക്കും. അതിൽ എത്രമാത്രം ക്രെഡിറ്റ്സ് നമ്മൾക്ക് കൂട്ടാൻ പറ്റുമോ അത് പലതരത്തിലുള്ള പഠനങ്ങൾ വഴി, ഓൺലൈൻ പഠനങ്ങൾ വഴിയും റെഗുലർ പഠനം വഴിയും ഡിസ്റ്റൻസ് മോഡിലുള്ള പഠനം വഴിയും ഒക്കെ നാം പഠിക്കുന്ന, നമ്മൾ അറ്റൈൻ ചെയ്യുന്ന ലേണിംഗ് അച്ചീവ്മെൻറ്റ് ക്രെഡിറ്റ്സ് മുഴുവനും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഡിജി ലോക്കറാണ് ABC പോർട്ടൽ എന്ന് പറയുന്നത്. ഇത് UGC വഴിയാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ള ഒരു ലിങ്കാണത്. ഡിജി ലോക്കറിലേക്ക്, അതായത് digilocker.gov.in എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ള ഒരു സംരംഭമാണ്, ഒരു ഇനിഷ്യേറ്റീവാണിത്. അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കയറിയാൽ, ഡിജി ലോക്കറിൽ കയറിയാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങളുടെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യാം. വളരെ പെട്ടെന്ന് ഒരു മിനിറ്റേ നിങ്ങൾക്ക് ആവശ്യം വരികയുള്ളൂ. നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് നിങ്ങളുടെയായ ഒരു ഡിജി ലോക്കർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ABC എന്ന് പറയുന്നത്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി പറയാം. ഈ ABC ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നിർബന്ധമായും ഇറ്റ് ഈസ് എ മസ്റ്റ് ടു ക്രിയേറ്റ് എ DEB ID. DEB ID എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ID. നിങ്ങൾ പഠിക്കുന്നത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ കീഴിലാണ്. അതായത് ഇന്ത്യയിലെ മുഴുവൻ വിദൂര വിദ്യാഭ്യാസത്തിൻ്റെയും ഒരു അപ്പെക്സ് ബോഡിയാണ് DEB എന്ന് പറയുന്നത്. DEB, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ. അതിനും ഒരു യുണീക്ക് ID നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസ് മുഴുവനും മസ്റ്റായിട്ട് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ക്രിയേറ്റ് യുവർ ABC ID, മറ്റൊന്ന് ക്രിയേറ്റ് യുവർ DEB ID. ABC ID വെച്ചും കൊണ്ടേ DEB ID ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ABC ID ഉണ്ടാക്കുക, എന്നിട്ട് DEB ID ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് ചോദിക്കുന്നത് ABC ID ആണ്. അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അത് ഇൻ്റർലിങ്ക്ഡ് ആണ്. വളരെ പെട്ടെന്ന് തന്നെ DEB ID ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇത് പുതിയ കാലഘട്ടത്തിലെ നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ അനുസരിച്ചുള്ള ഇംപ്ലിമെൻറ്റേഷൻ അനുസരിച്ചുള്ള ഒരു പുതിയ കാര്യമാണ്. അത് നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം. ഇറ്റ് ഇസ് എ മസ്റ്റ്. പിന്നെ ഇഗ്നോയിലെ പഠനം. ഇഗ്നോയിലെ നമ്മളുടെ മെയിൻ പഠന രീതികൾ, ഇപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മെറ്റീരിയൽസ് കിട്ടും. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും. സ്റ്റഡി മെറ്റീരിയൽസിന് പുറമെ ഒരുപാട് സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങൾ ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ഈ ഗ്യാൻ ദർശൻ ചാനൽ എന്ന് പറയുന്നത്. ഗ്യാൻ ദർശൻ ചാനലിലൂടെ, അത് നമ്മുടെ ദൂരദർശൻ ചാനലാണ് ഗ്യാൻ ദർശൻ എന്ന് പറയുന്നത്. അതിലൂടെ എയർടെല്ലിൻ്റെ DTH ചാനലിൽ ചാനൽ നമ്പർ 442, ടാറ്റ സ്കൈയുടെ ആണെങ്കിൽ ചാനൽ നമ്പർ 755, സൺ ഡയറക്റ്റിൻ്റെ 596, ഡിഷ് TVയുടെ ആണെങ്കിൽ അതിനകത്ത് ചാനൽ നമ്പർ പറഞ്ഞിട്ടുള്ളത് 991, ഹാത്വേ DTHൻ്റെ ആണെങ്കിൽ 473, ഇൻ ഡിജിറ്റൽ DTHൻ്റെ ചാനൽ നമ്പർ 464, അത് ഡൽഹിയിൽ നിന്നുള്ളതാണ്, ഡൽഹിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഡെൻ DTHൻ്റെ ആണെങ്കിൽ 526, ടാക് TV TSC TV അതിൻ്റേത് 576, 577. ഈ ചാനലുകളെല്ലാം ഗ്യാൻ ദർശൻ ചാനലുകൾ, ഗ്യാൻ ദർശൻ്റെ ഇഗ്നു ക്ലാസസിൻ്റെ, ഇഗ്നുവിൻ്റെ എല്ലാ കാര്യങ്ങളും സ്റ്റുഡൻസിന് വേണ്ടി സംപ്രേഷണം ചെയ്യുന്ന ചാനലുകളാണ്.
അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ പഠനം മുഴുവനും ഇങ്ങനെ മാത്രമേ ഉള്ളൂ എന്ന്. അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞു ലേണിംഗ് സപ്പോർട്ട് ഇൻ അഡീഷൻ ടു SLMs. SLMs എന്ന് പറഞ്ഞാൽ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് ആണ്. ഇഗ്നോയിൽ നിങ്ങൾക്ക് സ്വയം പഠിക്കേണ്ടവരാണ്. നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ തരും, അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. എങ്കിലും ആ മെറ്റീരിയൽസ് അറിയപ്പെടുന്നത് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് എന്നാണ്. കാരണം ഇതിൻ്റെ ഒരു സിംഹഭാഗവും സ്വയം പഠനമായതുകൊണ്ട്. അപ്പോൾ ആ സ്വയം പഠനത്തിന് പുറമേ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യം ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ഗ്യാൻ ദർശൻ. അടുത്തതാണ് ഗ്യാൻധാര. അത് ഗ്യാൻധാര എന്ന് പറയുന്നത് നമ്മുടെ റേഡിയോയിലൂടെ നൽകുന്ന വിദ്യാഭ്യാസ പ്രക്ഷേപണമാണ്. വിദ്യാഭ്യാസ പ്രക്ഷേപണം ലൈവ് ഇൻ്ററാക്റ്റീവ് റേഡിയോ വഴി തരുന്നുണ്ട്. ഇഗ്നോയുടെ കോഴ്സുകളുടെ എല്ലാ കൗൺസിലിംഗ് സെഷൻസ്, അതായത് ക്ലാസ്സുകൾ കൗൺസിലിംഗ് സെഷൻസ് ആയിട്ട് ലൈവ് ഇൻ്ററാക്റ്റീവ് റേഡിയോ കൗൺസിലിംഗ് നടക്കുന്നുണ്ട്. അതുകൂടാതെ ലൈവ് ഇൻ്ററാക്റ്റീവ് റേഡിയോ കൗൺസിലിംഗ് സെഷൻസ് വേറെയുണ്ട് ത്രൂ FM റേഡിയോ 105.6 മീറ്റർ ഹെർട്സിലാണത് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഗ്യാൻ ദർശൻ ചാനലിൽ കയറുന്നതിന് നിങ്ങൾക്ക് വീണ്ടും ഒരു വെബ് ലിങ്കും കൂടെ തന്നിട്ടുണ്ട്. ignou.online.ac.in ഗ്യാൻധാര എന്ന് പറയുന്ന ലിങ്കിലൂടെ ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈവ് റേഡിയോ കൗൺസിലിംഗ് സെഷൻസിൽ കയറാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ലൈവ് ഇൻ്ററാക്ഷൻ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നിട്ടുള്ള 011-295-33581, അതല്ലെങ്കിൽ 295-36-131, അതുമല്ലെങ്കിൽ 295-33103 എന്നീ ടെലിഫോൺ ലൈനുകൾ വഴിയും, അതല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറായ 1800-11-2347 എന്ന നമ്പറിലൂടെയും കോൺടാക്ട് ചെയ്താൽ ഈ ലൈവ് ഇൻ്ററാക്റ്റീവ് റേഡിയോ സെഷനിൽ നിങ്ങൾക്ക് കയറാനും നിങ്ങൾക്ക് ഉള്ള ചോദ്യങ്ങൾ ഓൾ ഇന്ത്യ ബേസിലുള്ള സ്റ്റുഡൻസിനുള്ള ഒരു അവസരമാണിത്. ചോദ്യങ്ങൾ പഠനത്തിന് ശേഷം ആയാലും ശരി, പഠിക്കുന്നതിന് മുമ്പായാലും ശരി, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലൈവ് സെഷൻസ് ഇഗ്നോയുടെ വെബ്സൈറ്റിൽ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കി ക്ലിക്ക് ചെയ്ത് കയറി ഡൗട്ട്സ് ചോദിച്ച് ഡയറക്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. ഇനി സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. സ്റ്റഡി മെറ്റീരിയൽസിന് പുറമേയുള്ള സൗകര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് അത് പറഞ്ഞത്. ഇനി സ്റ്റഡി മെറ്റീരിയൽ എങ്ങനെ കിട്ടും എന്ന് ഉള്ളതാണ് ആദ്യത്തെ കാര്യം. ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുന്ന മുഴുവൻ സ്റ്റുഡൻസിനും നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് കൊടുക്കും. പക്ഷേ പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് വേണോ, പ്രിന്റഡ് അല്ലാതെ സോഫ്റ്റ് കോപ്പി ആയിട്ട് വേണോ എന്ന് അഡ്മിഷൻ്റെ സമയത്ത് ആ ആപ്ലിക്കേഷൻ ഫോർമാറ്റിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതനുസരിച്ച്, നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത് പ്രിന്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽ അവരവരുടെ വീടുകളിൽ എത്തിച്ചു തരും. അതല്ല നിങ്ങൾ സോഫ്റ്റ് കോപ്പിയാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ഒരു ഗുണം എന്തെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അടയ്ക്കാൻ പോകുന്ന ഫീസിൻ്റെ 15% കുറവ് വരും. കാരണം നിങ്ങൾക്ക് പ്രിന്റഡ് മെറ്റീരിയൽസ് തരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ആ 15% പണം നിങ്ങൾക്ക് കുറവ് ഫീസ് അടച്ചാൽ മതി. അത് ഓപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി എത്ര പൈസ അടയ്ക്കണം എന്ന്, എത്ര രൂപയാണ് അടയ്ക്കേണ്ടത് എന്നുള്ളത് അവിടെ സെറ്റിൽഡ് ആയിക്കോളും. അതങ്ങനെ ചെയ്യാം. എന്നിട്ട് അങ്ങനെ നിങ്ങൾ സോഫ്റ്റ് കോപ്പിയാണ് ചോദിക്കുന്നതെങ്കിൽ അത് എവിടെ നിന്ന് കിട്ടും എന്നൊരു സംശയം വരാമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഈ ഗ്യാൻ ഘോഷ് എന്ന് പറയുന്നത് ഇഗ്നോയുടെ ഈ കണ്ടന്റ് സ്റ്റഡി മെറ്റീരിയൽ റെപ്പോസിറ്ററിയാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ റിസോഴ്സസിൻ്റെ റെപ്പോസിറ്ററിയാണ്. അതിൽ സ്റ്റഡി മെറ്റീരിയൽ മാത്രമൊന്നുമല്ല, ഇഗ്നോയിലെ ഫാക്കൽറ്റി മെമ്പേഴ്സ്, സ്റ്റാഫ് തരുന്ന, ഫാക്കൽറ്റി തരുന്ന ക്ലാസ്സസ്, അതിൻ്റെ ഓഡിയോ ക്ലാസ്സസ് ഉണ്ട്, വീഡിയോ ക്ലാസ്സസ് ഉണ്ട്. അതുപോലെ നമ്മൾ വേറെ റെക്കോർഡഡ് ലൈവ് സെഷൻസ്, അതായത് ഗൂഗിൾ ഫോമൊക്കെ വഴി, ഗൂഗിൾ ഫോം, സൂം ലിങ്ക് വഴിയൊക്കെ നടക്കുന്ന ഓൺലൈൻ ക്ലാസ്സസിൻ്റെ റെക്കോർഡഡ് വീഡിയോസ്, ഇതെല്ലാം നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് എഡ്യൂക്കേഷണൽ റിസോഴ്സസിൻ്റെ ഒരു ഈ കണ്ടന്റ് റെപ്പോസിറ്ററിയാണ് ഈ ഗ്യാൻ ഘോഷ് എന്ന് പറഞ്ഞത്. ഈ ഗ്യാൻ ഘോഷിൽ പ്രവേശിക്കാനുള്ള ലിങ്കാണ് കൊടുത്തിരിക്കുന്നത്, egyanghoosh.ac.in എന്നുള്ളത്. ignou.ac.in എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് .ac.in ഇഗ്നോയുടെ ഒരു കോമൺ ഫീച്ചർ ആയിട്ടുള്ള ലിങ്കിലുള്ള ഒരു ഭാഗമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇവിടെ https://egyanghoosh.ac.in എന്നടിച്ചാൽ നിങ്ങൾക്ക് ഈ ഗ്യാൻ ഘോഷിൽ കയറാം. ഈ ഗ്യാൻ ഘോഷ് എന്ന് പറയുന്നത് സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ ഈ പറയുന്ന എല്ലാ ലേണിംഗ് മെറ്റീരിയൽസിൻ്റെയും ഈ ലേണിംഗ് മെറ്റീരിയൽസ് ആയാലും ശരി അതിനകത്തുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഒരിക്കൽ പ്രവേശിച്ച് കഴിയുമ്പോൾ അതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് ഇറ്റ് ഈസ് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. നിങ്ങൾക്കത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് അതൊന്നും ഒരു വലിയ കാര്യമൊന്നുമല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക്. ഇനി ഇതും കൂടാതെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇഗ്നോ ഈ കണ്ടന്റ് ആപ്പ് എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യാം. അതിന്
ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോവുക, ഇഗ്നു ഇ കണ്ടന്റ് ആപ്പ് എന്ന് അടിച്ചു കൊടുക്കുക. മൊബൈലിൽ അത് ഡൗൺലോഡ് ആകും, ഇൻസ്റ്റാൾ ആകും. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഗ്രാം കോഡ് അടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്, ഒരു 2 ദിവസത്തെ യാത്രയുണ്ട്, വെറുതെ ഇരുന്ന് മെനക്കെടുന്ന നേരത്ത് പഠിക്കാം എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ വേറെ എപ്പോഴെങ്കിലും നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്ന് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മറ്റേ സ്റ്റഡി മെറ്റീരിയൽസോ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഇഗ്നു ഇ കണ്ടന്റ് ആപ്പ് എന്ന് പറയുന്നത് ഫീസ് അടച്ചവർക്കോ പ്രോഗ്രാം ജോയിൻ ചെയ്തവർക്കോ മാത്രമൊന്നുമല്ല, ആർക്ക് വേണമെങ്കിലും അതിനകത്തുനിന്ന് ഡൗൺലോഡ് ചെയ്ത് കയറി മെറ്റീരിയൽ പഠിക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ കാലത്ത് സ്റ്റഡി വെബ്സ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലേണിംഗ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ലേണിംഗ് വേൾഡ് എന്നൊക്കെ പറയുന്നത് വളരെ വിശാലമാണ്. അപ്പം അത് നിങ്ങളെ ഒന്നും ഡൗൺലോഡ് ചെയ്യാനൊന്നും പറ്റാത്ത രീതിയിൽ കൊടുക്കുന്നതല്ല. ദാറ്റ് ഈസ് വാട്ട് ഓപ്പൺനെസ് ഓഫ് ദ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. സോ ഞങ്ങളുടെ മെറ്റീരിയൽസ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. അത് നോക്കി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിന് ചെയ്യാം. ഇപ്പോൾ മെറ്റീരിയലും കിട്ടി. ഇനി കൗൺസിലിംഗ് ആണ്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് ടീച്ചിങ് അല്ല. കാരണം ടീച്ചിങ് എന്ന് പറയുമ്പോൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നിട്ടുള്ള കണ്ടന്റ് മുഴുവനും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ വിഷയത്തിൻ്റെയും എക്സ്പേർട്സ് വന്ന് പഠിപ്പിച്ച് പോർഷൻ തീർക്കും. ഇത് ഓപ്പൺ സിസ്റ്റമാണ്. ഇവിടെ അങ്ങനെ ഒരു ഇതില്ല. പക്ഷേ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ഓഫ് കണ്ടന്റ് പിന്നെ സ്റ്റുഡൻസിന് ഫേസ് ടു ഫേസ് ഇൻട്രാക്ട് ചെയ്യണമെന്ന് നിയമമുണ്ട്. ഇപ്പോൾ 2020 ശേഷം, അതായത് കോവിഡിന് ശേഷം, ഈ ഫേസ് ടു ഫേസ് എന്നുള്ളത് കുറച്ചും കൂടെ ഒരു അസിൻക്രണൈസ്ഡ് മോഡലിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ രീതിയിലേക്ക് വന്നിട്ടുള്ളത് കൊണ്ട് ഓൺലൈനുമാണ് ഓഫ്ലൈനുമാണ്. ഓഫ്ലൈൻ എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസും ഉണ്ട്. അതുകൊണ്ട് ആ ഒരു ബ്ലെൻഡഡ് മോഡ് ഓഫ് ലേണിംഗ് സ്ട്രാറ്റജി ഞങ്ങളും അവിടെ സ്വായത്തമാക്കുകയും ഞങ്ങളത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ ക്ലാസ്സുകളുടെ എത്ര ക്ലാസ്സാണോ നിങ്ങൾക്ക് തരണമെന്ന് നിശ്ചയിക്കുന്നത് അതിൻ്റെ 40% ഓഫ്ലൈനും, അതായത് ഫേസ് ടു ഫേസ് എന്ന് വെച്ചാൽ പണ്ട് പറയുന്ന വാക്ക് പറയുകയാണെങ്കിൽ കോണ്ടാക്ട് ക്ലാസ്സസ് തരും. സ്റ്റഡി സെൻറ്ററിൽ കോണ്ടാക്ട് ക്ലാസ് വെച്ചിട്ട് അവിടെ എല്ലാവരും കൂടെ വരിക. അവിടെ അതിൻ്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് കൗൺസിലർ ഉണ്ടായിരിക്കും. അത് UGC നോംസ് അനുസരിച്ചുള്ള ഒരു സബ്ജക്ട് എക്സ്പേർട്ടാണ്. റെഗുലർ കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകനോ അധ്യാപികയോ ആയിരിക്കാം എന്നല്ല, ആണ്. അവർ നിങ്ങൾക്ക് ക്ലാസ് പറഞ്ഞു തരും. ആ സമയത്ത് നിങ്ങൾ മെറ്റീരിയൽ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, അത് വായിക്കുക. മെറ്റീരിയലിനകത്ത് തന്നെ തന്നിട്ടുള്ള വർക്കിംഗ് സ്പേസിൽ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ട് പോവുക. അവിടെ ചെന്ന് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് ആ രീതിയിലുള്ളൊരു പഠനമാണ്, അല്ലാതെ പോർഷൻ തീർക്കൽ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ സെഷൻസിനെ നമ്മൾ കൗൺസിലിംഗ് സെഷൻസ് എന്ന് വിളിക്കുന്നത്. കൗൺസിലിംഗ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അതൊരു ഹെൽപ്പിംഗ് ആണ്, നീഡഡ് ഹെൽപ്പിംഗ് ആണ്. അപ്പോൾ ഒരാൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കാവുന്ന അവരാവശ്യപ്പെടുന്ന തരത്തിലുള്ള ഹെൽപ്പ്. അപ്പോൾ സ്റ്റുഡൻസ് ആവശ്യപ്പെടുന്നതനുസരിച്ച്, സ്റ്റുഡൻസ് റിക്വയർമെൻ്റ് അനുസരിച്ച് ഈ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങൾക്ക് കൗൺസിലിംഗ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യും. അതിൽ ഇഗ്നു പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അവിടെ സംശയം ദൂരീകരിക്കാനായിട്ട് സാധിക്കും. പിന്നെന്നുള്ളത് ബാക്കി ക്ലാസ്സസ് വരുന്നത് ഓൺലൈനാണ്. അതും സ്റ്റഡി സെൻറ്ററിൽ നിന്ന് തന്നെ ഗൂഗിൾ പ്ലാറ്റ്ഫോമോ സൂം പ്ലാറ്റ്ഫോമോ ഏതെങ്കിലും അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട്, മോസ്റ്റ് പ്രോബബ്ലി ഗൂഗിൾ ലിങ്ക് ഉപയോഗിച്ചിട്ടാണ് ക്ലാസ് തരും. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ സൗകര്യം പോലെ ഉള്ള സമയത്ത് അത് അറേഞ്ച് ചെയ്തിരിക്കും. അത് ക്ലാസ്സിൽ കയറാം, നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ചോദിച്ച് എങ്ങനെയാണോ ഓഫ്ലൈനിൽ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ഓൺലൈനിലും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. ഇനി ചില പ്രോഗ്രാമുകൾക്ക് ഞങ്ങൾ സ്റ്റുഡൻസ് വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്ക് ഞങ്ങൾ ഓൾ ഇന്ത്യ ബേസ് ഒരു ഏത് റീജിയണൽ സെൻറ്ററിലാണോ ഏറ്റവും കൂടുതൽ ആ പ്രോഗ്രാമിന് സ്റ്റുഡൻസ് ഉള്ളത് അത് വെച്ചിട്ട് ആ റീജിയണൽ സെൻറ്ററിനെ നോഡൽ റീജിയണൽ സെൻറ്ററായിട്ട് പരിഗണിച്ചുകൊണ്ട് അവിടുന്ന് ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് ക്ലാസ് കൊടുക്കും. ആ ക്ലാസ് ഇന്ത്യ മുഴുവനും ഉള്ള സ്റ്റേറ്റിലുള്ള റീജിയണൽ സെൻറ്ററുകളിലേക്ക് അറിവ് തരും. റീജിയണൽ സെൻറ്ററുകളിൽ നിന്ന് സ്റ്റുഡൻസിനെ അറിയിക്കും, അതായത് സ്റ്റഡി സെൻറ്റർ വഴി. എന്നിട്ട് അങ്ങനെ ക്ലാസ് തരും. ഇനി ചില റീജിയണൽ സെൻറ്ററിനുള്ളിൽ തന്നെ ഓൺലൈൻ ക്ലാസ്സസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നോഡൽ LSCs എന്ന് പറഞ്ഞാൽ ലേണർ സപ്പോർട്ട് സെൻറ്റേഴ്സ്, അതായത് നമ്മുടെ സ്റ്റഡി സെൻറ്റേഴ്സ്. ഇപ്പോൾ ഒരു 15 സ്റ്റഡി സെൻറ്റർ ഉണ്ട് ഒരു റീജിയണൽ സെൻറ്ററിൻ്റെ കീഴിലെന്നിരിക്കട്ടെ. അവിടെ ആ ഓൾ റീജിയണൽ സെൻറ്റർ ബേസ് നോക്കുമ്പോഴും ആ കോഴ്സിന് ആ പ്രോഗ്രാമിന് സ്റ്റുഡൻസ് കുറവായിരിക്കും. അപ്പോൾ അവർ ഏതെങ്കിലും ഒരു സ്റ്റഡി സെൻറ്ററിനോട് പ്രോഗ്രാം നടത്താൻ പറയും. വേറൊരു 3-4 സ്റ്റഡി സെൻറ്ററിൽ കൂടി ആ പ്രോഗ്രാം കാണും. അപ്പോൾ ഏതെങ്കിലും ഒരാൾ കൗൺസിലിംഗ് സെഷൻസ് നടത്തും. നിങ്ങൾക്കിപ്പോൾ എവിടെ നിന്നായാലും ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാം, പഠിക്കാം. അപ്പോൾ ഇതാണ് കൗൺസിലിംഗ് സെഷൻസിൻ്റെ ഒരു രീതി. അപ്പോൾ എന്തൊക്കെയായി? അഡ്മിഷൻ കൺഫർമേഷനായി, നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടി. മെറ്റീരിയൽസ് ഏതെല്ലാം തരത്തിൽ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു കൗൺസിലിംഗ് സെഷൻസ് എങ്ങനെ തരുമെന്ന് പറഞ്ഞു. കൗൺസിലിംഗ് സെഷനും തന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി നമ്മുടെ പഠന പ്രക്രിയയിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഇവാലുവേഷൻ്റെ സൈഡിൽ നിന്ന്, അല്ലെ ഇവാലുവേഷന് വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്ന് നോക്കുക.
അത് മോഡ് ഓഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഇന്റേണൽ അസസ്മെൻറ്റും ഉണ്ട്, എക്സ്റ്റേണൽ അസസ്മെൻറ്റ്. ഇന്റേണൽ അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് എല്ലാ പ്രോഗ്രാമിൻ്റെയും എല്ലാ കോഴ്സുകൾക്കും ഓരോരോ അസൈൻമെൻറ്റ് വീതമുണ്ട്. അതാണ് ആ അസൈൻമെൻറ്റാണ് ഇന്റേണലിലെ ഒരു മെക്കാനിസം. രണ്ടാമതുള്ളത് ഇന്റേണൽ അസസ്മെൻറ്റിനുള്ള മെക്കാനിസം എന്ന് പറയുന്നത് ചില പ്രോഗ്രാമുകൾക്ക് പ്രോജക്റ്റ് ഉണ്ടായിരിക്കും, ചില പ്രോഗ്രാമുകൾക്ക് ഇന്റേൺഷിപ്പ് ഉണ്ടായിരിക്കും, ചിലതിന് പ്രാക്ടിക്കൽസ് ഉണ്ടായിരിക്കും, ചിലതിന് ഫീൽഡ് വർക്ക് ഉണ്ടായിരിക്കും, ചിലതിന് സെമിനാർ ഉണ്ടായിരിക്കും, ചിലതിന് വർക്ക്ഷോപ്പ് ഉണ്ടായിരിക്കും. എന്താണോ ഉള്ളത് അത് നിങ്ങൾ സൂപ്പർവൈസ്ഡ് ഗൈഡ്സിൻ്റെ അവരുടെ സൂപ്പർവിഷനിൽ നിങ്ങളത് ചെയ്യുമ്പോൾ ആ കറൻ്റ്ലി നടന്നു പോകുന്ന പ്രാക്ടിക്കൽ പ്രോജക്റ്റ് ഇന്റേൺഷിപ്പ് സെഷൻസ് വെച്ചുകൊണ്ട് ഒരു ഇന്റേണൽ മാർക്കുണ്ട്. ഇതേ കാര്യം തന്നെ എക്സ്റ്റേണൽ ഇവാലുവേഷനിലേക്കും വരും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സിനോപ്സിസ് തയ്യാറാക്കുന്നത് പ്രോജക്റ്റിൻ്റെ മുന്നോടിയായിട്ടാണ്. ആ സിനോപ്സിസ് ഒരു ഇന്റേണൽ കൺസിഡറേഷൻ ഉണ്ട്. എന്നാൽ ഫൈനൽ പ്രോജക്റ്റ് വന്നു കഴിയുമ്പോൾ അത് ഇന്റേണൽ അല്ല, അത് എക്സ്റ്റേണൽ ആണ്. ആ സമയത്ത് അതുപോലെ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ ഇന്റേണൽ ഡെയിലി അസസ്മെൻറ്റിൽ ഇന്റേണൽ അസസ്മെൻ്റ് ഉണ്ട്. പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതൊരു എക്സ്റ്റേണൽ ഇവാലുവേറ്റർ ഇവാലുവേറ്റ് ചെയ്യും. ദെൻ ഇറ്റ് വിൽ ബി കമ്മിങ് അണ്ടർ എക്സ്റ്റേണൽ ഇവാലുവേഷൻ. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മുടെ ഇതേ ഇന്റേണലിൽ കൺസിഡർ ചെയ്യുന്ന അതേ കമ്പോണൻസ് തന്നെ അത് അതിൻ്റെ റെക്കോർഡ്സ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് എക്സ്റ്റേണൽ എക്സാമിനേഷനായി മാറും. അറ്റ് ദ സെയിം ടൈം എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ഫൈനൽ തിയറി പരീക്ഷകളുണ്ട് എന്ന്. അപ്പോൾ പ്രാക്ടിക്കലിൻ്റെയും പ്രോജക്റ്റിൻ്റെയും ഒക്കെയാണ് ഈ ഡിസർട്ടേഷൻ്റെ ഒക്കെയാണ് എക്സ്റ്റേണൽ വരുന്നത്. അതിന് റിപ്പോർട്ടിൻ്റെ അസസ്മെൻറ്റും കാണും, അതോടൊപ്പം തന്നെ വൈവയും കാണും. ചിലതിനൊക്കെ വൈവ കാണില്ല, റിപ്പോർട്ട് അസസ്മെൻറ്റ് മാത്രമേ കാണൂ. ഇൻ അഡീഷൻ ടു ദാറ്റ് എന്നല്ല പറയേണ്ടത്. മെയിൻ എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സിലിരിക്കുന്നതും ഇതാണ്, രണ്ടും ഒരേപോലെ പ്രധാനമാണ്. എങ്കിലും ഒരു ഭീമൻ പ്രക്രിയ എക്സ്റ്റേണൽ അസസ്മെൻറ്റിലുള്ളത് നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻ തിയറി തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഓരോ സെമസ്റ്റർ കഴിയുമ്പോഴും ഓരോ ഇയർ കഴിയുമ്പോഴും നടത്തുന്ന ഫൈനൽ പരീക്ഷ. എല്ലാ പേപ്പറുകൾക്കും പരീക്ഷയുണ്ട്, ആ പരീക്ഷയുണ്ട്. ഇതാണ് ഇത്തരം കാര്യങ്ങൾ ചേരുമ്പോഴാണ് നമ്മുടെ അസസ്മെൻറ്റ് വരുന്നത്. അതിൽ ഈ അസൈൻമെൻറ്റിന് 30% വെയിറ്റേജ് ഉണ്ട്. അതായത് ടോട്ടൽ ഗ്രേഡ് കിട്ടുന്നതിൻ്റെ 30% എടുക്കുന്നത് നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ മാർക്കിൽ നിന്നാണ്. 70% എടുക്കുന്നത് നിങ്ങളുടെ ടേമിൻ്റെ പരീക്ഷ. ഈ ടേമിൻ്റെ പരീക്ഷയുടെ ഫൈനൽ ഗ്രേഡ് എന്ന് പറയുന്നത് ഇന്റേണലും കൂടെ ചേരുന്ന. ഇപ്പോൾ 100 മാർക്കുള്ള ഒരു പ്രോജക്റ്റ്, ഒരു എക്സാമ്പിൾ MA എഡ്യൂക്കേഷൻ്റെ പ്രോജക്റ്റിന് 100 മാർക്ക് ഉണ്ടെങ്കിൽ അതിൽ ഒരു 70 മാർക്ക് വൈവയ്ക്കും എല്ലാം കൂടെ ആണെങ്കിൽ ഒരു 30 മാർക്ക്, ചിലപ്പോൾ 10 മാർക്ക് ചിലപ്പോൾ അതിൻ്റെ സിനോപ്സിസിനായിരിക്കും, അല്ല വേറൊരു 10 മാർക്ക് വേറെ എന്തെങ്കിലും ഒരു കമ്പോണൻറ്റിനായിരിക്കും. ഇതുപോലെ വരും. എങ്ങനെയായാലും ഔട്ട് ഓഫ് 100 ആയിട്ട് തരും. ആ ഇന്റേണലും എക്സ്റ്റേണലും കൂടെ കൂട്ടിയിട്ട് പ്രോജക്റ്റ്, ഫീൽഡ് വർക്ക് ഇതിൻ്റെയൊക്കെ ഔട്ട് ഓഫ് 100 ഇടും. അതൊരു മാർക്ക്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ വീഴും. എന്നാൽ ടേം ആൻഡ് തിയറിയുടെ മാർക്ക് എന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട് ഓഫ് 100 നിങ്ങൾക്കൊരു 80 മാർക്ക് കിട്ടുന്നെങ്കിൽ 80ൻ്റെ 70% വെയിറ്റേജും ഈ അസൈൻമെൻറ്റിന് കിട്ടിയിരിക്കുന്ന മാർക്കിൻ്റെ 30% വെയിറ്റേജും കൂടെ. അപ്പോൾ ഈ 70-ഉം 30-ഉം കൂടെ 100% വെയിറ്റേജ് വരും. അങ്ങനെയാണ് ഗ്രേഡ് കാർഡിൽ ഫൈനലി മാർക്ക് വരുന്നത്. ഓരോ കമ്പോണൻറ്റും ചെയ്തു തീരുന്നതനുസരിച്ച് ഗ്രേഡ് കാർഡിൽ അത് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും, അപ്ഡേറ്റും ചെയ്തുകൊണ്ടേയിരിക്കും. എല്ലാ കമ്പോണൻസും ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കമ്പോണൻസ് മുഴുവനായും തീർന്നു കഴിയുമ്പോഴാണ് നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ ആ പർട്ടിക്കുലർ കോഴ്സിൻ്റെ നേരെ കംപ്ലീറ്റഡ് എന്നുള്ള സ്റ്റാറ്റസ് വരുന്നത്. ഇല്ലെങ്കിൽ നോട്ട് കംപ്ലീറ്റഡ് എന്ന് കിടക്കും. അത് കാണുമ്പോൾ അറിയാം ഞാൻ കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്ത് അത് കംപ്ലീറ്റ് ആക്കാം. ദെൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെ ഞാനൊന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞാൽ, ആദ്യം നമ്മൾ ഫ്രഷ് അഡ്മിഷൻ എടുക്കുന്നു. ഫ്രഷ് അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ സെക്കൻഡ് ഇയറിലേക്ക് വീണ്ടും രജിസ്റ്റർ ചെയ്യണം. കാരണം ഇതിനകത്ത് ഇഗ്നോൻ്റെ സിസ്റ്റം അനുസരിച്ച് നമ്മളൊരു പ്രോഗ്രാം, അതൊരു ഇയർ വൈസ് പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നത് ഫസ്റ്റ് ഇയറിന് മാത്രമാണ്. സെമസ്റ്റർ പ്രോഗ്രാം ആണെങ്കിൽ ജോയിൻ ചെയ്യുന്നത് ഫസ്റ്റ് സെമസ്റ്ററിന് മാത്രമാണ്. അപ്പോൾ തീർച്ചയായും അടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ അടുത്ത സെമസ്റ്ററിലേക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ 2 കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫ്രഷ് അഡ്മിഷനും ഉണ്ട്, റീ രജിസ്ട്രേഷനും ഉണ്ട്. അത് നെക്സ്റ്റ് സെഷനിലേക്കും നെക്സ്റ്റ് ഇയറിലേക്കും ഉള്ളതാണ് റീ രജിസ്ട്രേഷൻ. അപ്പം അഡ്മിഷനെ സംബന്ധിച്ച് ഈ 2 കാര്യങ്ങളാണ്. ഒന്ന് ഫ്രഷ് ആയിട്ടുള്ള അഡ്മിഷൻ, 2 കണ്ടിന്യൂസ് ഇയേഴ്സിലേക്കോ സെമസ്റ്റേഴ്സിലേക്കോ ഉള്ള റീ രജിസ്ട്രേഷൻ. അതാണ് അഡ്മിഷൻ പ്രൊസീജിയർ. രണ്ടാമത് സ്റ്റഡി ദ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് സജസ്റ്റഡ്. അതിനകത്ത് റെഫറൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, എക്സർസൈസസ് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് പഠിക്കുക. അക്കാഡമിക് കൗൺസിലിങ്ങിൻ്റെ സെഷൻസ് തിയറിയുടെ ആയാലും പ്രാക്ടിക്കലിൻ്റെ ആയാലും അറ്റൻഡ് ചെയ്യുക. അസൈൻമെൻറ്റ്സ് പറഞ്ഞ രീതിയിൽ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതി സ്റ്റഡി സെൻറ്ററിൽ സബ്മിറ്റ് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് ഇഗ്നോൻ്റെ വെബ്സൈറ്റിൽ കയറി ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ അതിൽ അസൈൻമെൻറ്റ്സ് വരും.
ആ അസൈൻമെൻറ്റ്സ് തയ്യാറാക്കി, ഹാൻഡ് റിട്ടൺ ആയിട്ട് അസൈൻമെൻറ്റ്സ് തയ്യാറാക്കി, അതായത് ബുക്കൊക്കെ റെഫർ ചെയ്ത്, സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ റെഫർ ചെയ്ത് വൃത്തിയായിട്ട് സമയമെടുത്ത് എഴുതി, ഭംഗിയായിട്ട് എഴുതി, അത് പിന്നെ സ്പൈറൽ ബൈൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫയലിംഗ് സിസ്റ്റത്തിലൂടെ ഹാൻഡ് റിട്ടൺ അസൈൻമെൻറ്റിനെ സ്റ്റഡി സെൻറ്ററിൽ സബ്മിറ്റ് ചെയ്യും. ദെൻ പിന്നുള്ള അതർ ഇന്റേണൽ അസസ്മെന്റ് ആക്ടിവിറ്റീസ് പറഞ്ഞല്ലോ. സിനോപ്സിസ് പ്രിപ്പയർ ചെയ്യുക, ഫീൽഡ് വർക്ക് ചെയ്യുക, സെമിനാർ ഉണ്ടെങ്കിൽ അത് ചെയ്യുക, വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യുക, പ്രോജക്റ്റിന്റെ മറ്റു വർക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുക, ഇന്റേൺഷിപ്പ് ഉണ്ടെങ്കിൽ ചെയ്യുക, അങ്ങനത്തെ ആ ഒരു കൺസേൺ അതെല്ലാം ചെയ്യണം. അത് കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അപ്പം അഡ്മിഷൻ എടുത്തു, മെറ്റീരിയലൊക്കെ കിട്ടി, കണ്ടിന്യൂസ് ആയിട്ട് റീ രജിസ്ട്രേഷനും കൂടെ നടത്തുക, സെഷൻസ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക, അസൈൻമെന്റ് എഴുതി വയ്ക്കുക, കൂടെയുള്ള അതർ കമ്പോണൻസ് ചെയ്യുക. ഇത്രയെല്ലാം ആയി കഴിഞ്ഞാൽ അടുത്തത് പരീക്ഷയ്ക്കും, തിയറി പരീക്ഷയ്ക്കും പ്രാക്ടിക്കൽ പരീക്ഷയ്ക്കും പ്രോജക്റ്റ് പോലുള്ള സംഭവങ്ങളുടെ ഫൈനൽ പരീക്ഷ ഉണ്ടെങ്കിൽ അതിൻ്റെയും എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്യുക. അപ്പം ഫൈനൽ എക്സാമിനേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യുക. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ടെക്നിക്കലി എന്തെല്ലാം കാര്യങ്ങൾ വിഷമങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി സെൻറ്റർ വഴി ആദ്യം സ്റ്റഡി സെൻറ്ററിൽ പോവുക. അവരെ കൊണ്ട് പറ്റാത്ത കാര്യമാണെങ്കിൽ അവർ റീജിയണൽ സെൻറ്ററിൽ ചെയ്യാൻ പറയും. റീജിയണൽ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ നേരിട്ട് അവർക്ക് ചെയ്ത് തീരാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ചെയ്യാം. അതല്ല ഹെഡ്ക്വാർട്ടേഴ്സ് വഴിയും കൂടി സോൾവ് ചെയ്യേണ്ടതാണെങ്കിൽ ഐഗ്രാം എന്ന് പറയുന്ന ഒരു സെൻട്രലൈസ്ഡ് ഗ്രീവൻസ് റിഡ്രസൽ പോർട്ടലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ പ്രയോജനം എന്തെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അതിൽ നിങ്ങളൊരു ഗ്രീവൻസ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റഡി സെൻറ്ററിലോ റീജിയണൽ സെൻറ്ററിലോ ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള ഏതെങ്കിലും സെക്ഷനിലോ ചെയ്യേണ്ടതാണെങ്കിൽ ആ സെക്ഷനിലേക്ക് അതിനെ നമുക്ക് പരസ്പരം ഫോർവേഡ് ചെയ്ത് ആ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഫൈനലി നിങ്ങളുടെ ഗ്രീവൻസ് ആ പോർട്ടലിൽ തന്നെ അതിൻ്റെ റിപ്ലൈയും അതിൻ്റെ സൊല്യൂഷനും വരും. അങ്ങനെ ഒരു സംവിധാനവും ഉണ്ട്. എന്നിട്ട് പരീക്ഷ എഴുതുക. പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞ് എല്ലാവരും ജയിച്ചു, സക്സസ്ഫുള്ളി എല്ലാം കംപ്ലീറ്റ് ചെയ്തു എന്ന് വരുമ്പോൾ വീണ്ടും ഒരു ചെറിയ രജിസ്ട്രേഷൻ ഉണ്ട്. അത് ഫൈനൽ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷനാണ്. അതും കൂടി ചെയ്യുക. അപ്പോൾ ഒന്നും കൂടി നോക്കുക, ഫ്രഷ് അഡ്മിഷൻ എടുക്കുക, റീ രജിസ്ട്രേഷൻ ചെയ്യുക. മെറ്റീരിയൽസ് അവൈലബിൾ ആയി കഴിയുമ്പോൾ ബൈ പോസ്റ്റ് വരും, അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി ഓപ്റ്റ് ചെയ്തവർ അത് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. കൗൺസിലിംഗ് സെഷൻസ് അറ്റൻഡ് ചെയ്യുക, തിയറിയുടെയും പ്രാക്ടിക്കലിൻ്റെയും. അസൈൻമെൻറ്റ്സ് എഴുതുക, അത് സ്റ്റഡി സെൻറ്ററിൽ വയ്ക്കുക. പിന്നെ ഇൻറ്റേർണൽ അസസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുക. പരീക്ഷയ്ക്ക് ഫൈനൽ പരീക്ഷയ്ക്കുള്ളത് തിയറി പ്രാക്ടിക്കൽ പ്രോജക്റ്റ് എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഫൈനൽ പരീക്ഷയ്ക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യുക. ടെക്നിക്കൽ ഇഷ്യൂസ് വല്ലതും ഇൻ ബിറ്റ്വീൻ ഉണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്യുക, പരീക്ഷ എഴുതുക, പാസ്സാകുക. രജിസ്ട്രേഷൻ ഫോർ കോൺവൊക്കേഷൻ, ഫൈനൽ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട കാര്യത്തിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഇഗ്നൂവിലെ പഠനം വളരെ ഭംഗിയായി നിർവഹിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ കേട്ടവർക്ക് വളരെ നന്ദി. നിങ്ങളെ ജൂലൈ 2025 സെഷനിലേക്കുള്ള അഡ്മിഷനിലേക്ക് ഹാർദമായി ക്ഷണിക്കുന്നു. താങ്ക് യു വൺസ് അഗെയിൻ.